ഫാറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ചോറ് കഴിക്കണോ ചപ്പാത്തി കഴിക്കണോ? മെയിൻലി ഫാറ്റ് ലോസ് എന്ന് പറയുമ്പോൾ ആൾക്കാർ ചിന്തിക്കുന്നത് എന്തായിരിക്കും? ചപ്പാത്തി കഴിക്കാം, അല്ലെങ്കിൽ സലാഡ് കഴിക്കാം, ബോയിൽഡ് ചിക്കൻ കഴിക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരിക്കും അല്ലേ? ചോറ് നമ്മൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യും. ബട്ട് അറ്റ് ദ എൻഡ് ചോറായാലും ചപ്പാത്തി ആയാലും രണ്ടും ഈക്വൽ ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു 100 ഗ്രാം ചോറ് എടുത്താൽ, വൈറ്റ് റൈസ് എടുത്താൽ അറൗണ്ട് ഒരു 130 കാലറീസ് വരുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം രണ്ട് മീഡിയം സൈസ് ചപ്പാത്തി എടുത്താൽ നമുക്ക് എന്താ പറയുക, ഒരു 200 കാലറീസ് വരുന്നുണ്ട്. അപ്പോൾ രണ്ടും മെയിൻലി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കാർബ് തന്നെയാണ്. രണ്ടും ഒന്ന് തന്നെയാണ്. ഒന്ന് ഗോതമ്പും ഒന്ന് റൈസും എന്നുള്ള വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. സോ ഫാറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ്? നമ്മൾ കഴിക്കുന്ന ചപ്പാത്തി ആയാലും അല്ലെങ്കിൽ ചോറായാലും അത് മാത്രമാവാൻ പാടില്ല. ഓക്കെ, സോ അതിൻ്റെ കൂടെ പ്രോപ്പറായിട്ടുള്ള പ്രോട്ടീൻ വേണം, ഗുഡ് സോഴ്സ് ഓഫ് ഫാറ്റ് വേണം, നമ്മുടെ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് വേണം. ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കണം. സോ ആ കോമ്പിനേഷൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ചപ്പാത്തിയോ 3 നേരം ചപ്പാത്തി ആഡ് ചെയ്യാം, അല്ലെങ്കിൽ 3 നേരം ചോറ് ആഡ് ചെയ്യാം. പക്ഷേ ഇവിടെ ഒരു കാര്യം മാറ്റുമ്പോൾ നമുക്കത് എത്ര നാൾ മാറ്റാൻ പറ്റും? ഇപ്പോൾ ചോറ് ഇഷ്ടമുള്ള ഒരാൾ ഫാറ്റ് ലോസ് ചെയ്യണമെന്ന് പറഞ്ഞ് ചോറ് എത്ര നാൾ മാറ്റും? സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് എല്ലാം ആഡ് ചെയ്യാം, പക്ഷേ നിങ്ങൾ കഴിക്കുന്ന കറക്റ്റ് രീതിയിലായിരിക്കണം എന്നുള്ളതാണ് ഫാറ്റ് ലോസിൻ്റെ കാര്യത്തിൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യം.